വളരെ സുപ്രധാനമായ ഒരു വാർത്ത പുറത്തുവരികയാണ്. കോൺഗ്രസിന്റെ 99 എംപിമാരെയും അയോഗ്യരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ദില്ലിയിലെ അഭിഭാഷകൻ വിഭോർ ആനന്ദ്. ജനപ്രാതിനിധ്യ നിയമത്തിലെ RPS സെക്ഷൻ 123(1) പ്രകാരം കുറ്റം ചെയ്ത 99 പേരെയും അയോഗ്യരാക്കണമെന്നാണ് രാഷ്ട്രപതിക്ക് അദ്ദേഹം നൽകിയ ഹർജിയിൽ പറയുന്നത്. രാഷ്ട്രപതിയുടെ അഭിപ്രായം അറിഞ്ഞതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് കോടതി നടപടികളിലേക്ക് കടക്കുമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. അതായത് വിഷയം ഇതാണ്. കോൺഗ്രസ് ഗ്യാരണ്ടി കാർഡ് തിരഞ്ഞെടുപ്പിന് ഇറക്കിയതാണ് വിവാദമായത്. ഖദാഖത് ക്യാഷ് ട്രാൻസ്ഫർ വാഗ്ദാനങ്ങൾ വോട്ടർമാർക്ക് കൈക്കൂലി കൊടുക്കാൻ ലക്ഷ്യമിട്ടുള്ള കടുത്ത അഴിമതിയാണെന്ന് അദ്ദേഹം ആരോപിക്കുകയാണ്. ഞങ്ങളെ വിജയിപ്പിച്ചാൽ സ്ത്രീകൾക്ക് മാസം 8,500 രൂപ അഥവാ വർഷം 1 ലക്ഷം രൂപ നൽകാം എന്നതായിരുന്നു കോൺഗ്രസിന്റെ ഗ്യാരണ്ടി കാർഡ്. ഇത് തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന 10 പേജുള്ള ഹർജിയിൽ ചൂണ്ടിക്കാട്ടുകയാണ്. അതായത് ഈ ഗ്യാരണ്ടി കാർഡ് ലക്ഷ്യം വെക്കുന്നത് തങ്ങൾക്ക് വോട്ട് ചെയ്താൽ പണം തരാമെന്ന് തന്നെയാണ്. ഇതാണ് ഇപ്പോൾ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നതും. അതായത് 8 കോടി കാർഡുകളിൽ അടിച്ചു ഇത്തരത്തിൽ എല്ലാ സംസ്ഥാനത്തും വിതരണം ചെയ്തു. അതായത് മോദി ഗ്യാരണ്ടിക്ക് ബദലായിട്ടാണ് വർഷം 1 ലക്ഷം രൂപ എന്ന കോൺഗ്രസിന്റെ ഗ്യാരണ്ടി കാർഡ്. അതായത് 8 കോടി വ്യാജ ഗ്യാരണ്ടി കാർഡുകളാണ് 12 ഭാഷകളിലായി കോൺഗ്രസ് അടിച്ചിറക്കിയത്. കോൺഗ്രസ് ഗ്യാരണ്ടി കാർഡ് വഴി കൈക്കൂലി നൽകി വോട്ടർമാരെ പ്രേരിപ്പിച്ച് കോൺഗ്രസ് നേതാക്കൾക്കും പാർട്ടി അംഗങ്ങൾക്കും എതിരെ സെക്ഷൻ 146 RPA പ്രകാരം അന്വേഷണം ആരംഭിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടണം എന്നാണ് നിർദ്ദേശം. 99 കോൺഗ്രസ് എംപിമാരെയും ഇതനുസരിച്ച് അയോഗ്യരാക്കി പ്രഖ്യാപിക്കണമെന്നും അഭിഭാഷകൻ വിഭോർ ആനന്ദ് തന്റെ 10 പേജുള്ള പ്രാതിനിധ്യത്തിൽ രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സെക്ഷൻ 123(1) ലംഘനം ചൂണ്ടിക്കാട്ടി വോട്ട് ചെയ്താൽ പണം എന്ന രീതിയിലാണ് ഈ പ്രചാരണം. ഇത് ഉയർത്തിയാണ് 99 കോൺഗ്രസ് എംപിമാരും ജയിച്ചത്. അതിനാൽ തന്നെ ഇവർ പ്രഥമ ദൃഷ്ട്യാ തന്നെ അയോഗ്യരാണ്. അധികാരം കിട്ടിയാലെന്ന രീതിയിൽ അച്ചടിച്ചു വെച്ചിട്ട് ഗ്രൗണ്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ പാവം പിടിച്ച സ്ത്രീകളോട് വ്യാഖ്യാനിച്ചത് തങ്ങൾക്ക് വോട്ട് ചെയ്താൽ പണം തരാം എന്നാണ്. എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പ്രചാരണം ഇങ്ങനെ തന്നെ നടന്നത് ഒരിക്കലും ഒരു സ്വാഭാവികതയാവാൻ വഴിയില്ല. ബോധപൂർവം ആരെങ്കിലും വോട്ട് ചെയ്താൽ പണം കിട്ടുമെന്ന് ധരിക്കുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി തന്നെ ഇത്തരത്തിൽ സംഘടന പ്ലാൻ ചെയ്തതാണ്. നിരവധി പേർ ഇത് വിശ്വസിച്ച് വോട്ട് ചെയ്യുകയും ചെയ്തു എന്ന് തന്നെയാണ് ഇപ്പോൾ രാജ്യമൊട്ടുക്ക് കോൺഗ്രസ് ഓഫീസുകൾ വളയുന്ന സ്ത്രീജനങ്ങളുടെ ബാഹുല്യം തെളിയിക്കുന്നത്. കാരണം ഇവിടങ്ങളിലെല്ലാം ജൂൺ 5 മുതൽ പണം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ ചെന്ന് ചോദിച്ചാൽ മതിയെന്നും പ്രേരിപ്പിച്ചിരുന്നത്രേ. ഇതൊക്കെ സ്വാഭാവികമായി നടക്കാവുന്ന ഒരു കാര്യമല്ല. ബോധപൂർവം ആ സ്ത്രീകളെ പറ്റിച്ചതാണെന്ന് തന്നെ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ഈ നെറികേട് കാണിച്ച് ജയിച്ച 99 കോൺഗ്രസ് എംപിമാരെയും അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന നിയമ പോരാട്ടം ജയിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല. തൊട്ടടുത്ത് വന്ന സ്ഥാനാർത്ഥികളെ വിജയികളായി പ്രഖ്യാപിക്കും. 2ാം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥികളെ വിജയികളാക്കിയാൽ കേരളത്തിൽ LDF 13 സീറ്റുകൾ കൂടി നേടുകയും തിരുവനന്തപുരത്ത് BJP ജയിക്കുകയും ചെയ്യും. ഇതോടെ BJP ദേശീയ തലത്തിൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനായ അഭിഭാഷകൻ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. 2024 ജൂൺ 6 രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് സ്ത്രീകൾ കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസുകൾക്ക് പുറത്ത് ഡിജിറ്റൽ ഒപ്പുള്ള കോൺഗ്രസ് ഗ്യാരണ്ടി കാർഡുകൾ സമർപ്പിക്കാൻ അണിനിരന്നതായി ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് ജയിച്ചാൽ വർഷം 1 ലക്ഷം പണം കിട്ടും എന്നും ഗ്യാരണ്ടി ഒപ്പിട്ട് നൽകിയെന്നും രാജ്യവ്യാപകമായി വോട്ടർമാരിൽ പ്രചാരണമുണ്ടായി. രാഹുൽ ഗാന്ധിയും ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് എന്നിവരാവും ഈ തട്ടിപ്പിന്റെ ഭാഗമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പാർട്ടി ഇന്ത്യയിലുടനീളം കോൺഗ്രസ് ഗ്യാരണ്ടി കാർഡ് വിതരണം ചെയ്തിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധിയും പാർട്ടിയുടെ എല്ലാ നേതാക്കളും തന്റെ റാലിയിൽ കോൺഗ്രസ് കി ഗ്യാരണ്ടി സംബന്ധിച്ച് നിരവധി പ്രസ്താവനകൾ നടത്തിയതായുമാണ് അദ്ദേഹം പറയുന്നത്. രസകരമെന്ന് പറയട്ടെ, അണിനിരക്കുന്ന സ്ത്രീകളിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ്. അതിനാൽ തന്നെ കോൺഗ്രസ് ഗ്യാരണ്ടി കാർഡ് വഴി ഒരു പ്രത്യേക സമുദായത്തിലെ വോട്ടർമാരെ പ്രേരിപ്പിക്കുന്നതിനുള്ള സാധ്യത സംശയാതീതമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുകയാണ് പരാതിക്കാരൻ ആനന്ദ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.